ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫ്രിഡ്ജ് ഓർഗനൈസിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല ഉദ്ദേശിച്ചത്, ജസ്റ്റ് ഒരു നോർമൽ ക്ലീനിങ് ആണ് ഉദ്ദേശിച്ചത്. കാരണം ഇതിനകത്ത് അങ്ങനെ ഒരുപാട് അഴുക്ക് പിടിക്കാറില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുക്കുന്ന ഫ്രിഡ്ജൊന്ന് തുറന്ന് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടുള്ള വലിയ ഡീപ്പ് ക്ലീനിങ് അങ്ങോട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഞാൻ മുകളിൽ നിന്ന് തുടങ്ങുകയാണ്, ഫ്രീസറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീസർ തുറന്നിട്ട് അപ്പോൾ അതിനകത്തുള്ള ബോക്സുകളൊക്കെ ഒന്ന് എടുത്ത് തിരിച്ച് വെക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം പൊടിയൊക്കെ ഒന്ന് തുടയ്ക്കുന്നു, വീണ്ടും തിരിച്ചങ്ങോട്ട് വെക്കുന്നു. ഇത്രേ ഉള്ളൂ നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ ഇവിടെ ഡീപ്പ് ക്ലീനിങ് ആയിട്ടല്ല തുടങ്ങിയത്, പക്ഷേ ചെയ്തു വരുമ്പോൾ അത് മിക്കവാറും ഒരു ഡീപ്പ് ക്ലീനിങ് ആയിട്ട് പോകാറുണ്ട്. നമുക്കിങ്ങനെ ഓരോന്നെടുത്ത് പിന്നെ അത് കുറച്ച് വെള്ളം എടുത്തൊക്കെ തുടച്ച് ഫുള്ളായിട്ട് അവിടെ ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ അടുത്തയിലേക്ക് പോകുന്നത്. ഞാൻ ആദ്യം ഒരു തുണി ഒന്ന് നനച്ച് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ച് വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഫ്രീസറിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി വീണ്ടും നമുക്കെല്ലാം എടുത്ത് തിരിച്ച് വെക്കാം. എനിക്കിപ്പോൾ എൻ്റെ സൈഡ് വാളിൽ അധികം സാധനങ്ങളൊന്നും വെക്കാനില്ല കേട്ടോ. എനിക്കിപ്പോൾ ആകെ 2 ഐസ് പാക്കാണ് അവിടെ വെക്കാനായിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ എല്ലാ ബോക്സും നമ്മൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് തുടച്ചിട്ട് അവിടെ നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗത്തേക്ക് വെക്കുകയാണ്. എനിക്ക് 2 ബോക്സിലായിട്ട് ഞാൻ ഫിഷാണ് വെച്ചിട്ടുള്ളത്, കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് ഞാൻ പാലിൻ്റെ പാട, മിൽക്ക് ക്രീമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്രോസൺ ഐറ്റംസാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഒരു ബ്ലൂ അടപ്പുള്ള ബോക്സിൽ ഇപ്പം ഞാൻ വെക്കുന്നത് തേങ്ങയാണ്. അത് നാട്ടിൽ നിന്ന് എനിക്കൊരു ആൻറ്റി കൊണ്ടുവന്ന് തന്നിട്ടുള്ള തേങ്ങയാണ് കേട്ടോ. തേങ്ങ കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് വറുത്ത് കൊണ്ടുവന്നതാണ്. ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മുടെ ഫ്രിഡ്ജ് തുറക്കുകയാണ് കേട്ടോ. ആരും ഞെട്ടരുത്, ഇത് നല്ല മെസ്സായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനിത് ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് അതിന് ശേഷമുള്ള അതിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രിഡ്ജിൻ്റെ ഫസ്റ്റ് ഷെൽഫിൽ, അതായത് ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് ഞാൻ മെയിനായിട്ട് വെക്കാറുള്ളത് നമ്മുടെ ലെഫ്റ്റ് ഓവർ ഫുഡാണ്. കാരണം അതങ്ങനെ വെക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ താഴേക്കൊക്കെ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചിലപ്പോൾ മറന്നു പോകും, പിന്നെ എടുക്കാതിരിക്കും. അപ്പോൾ ഏറ്റവും മുകളിൽ മാത്രം ഇങ്ങനെ ബാക്കി വരുന്ന ഫുഡ് വെച്ചാൽ നമ്മൾ മറന്നു പോവാതെ ഓരോ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒക്കെ ആയിട്ട് അത്. അപ്പോൾ അവിടെ ആ ഒരു ഷെൽഫ് ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് പോകാനുള്ളത് മുകളിലൊരു ഷെൽഫുണ്ട്, നമ്മുടെ ഡയറി ഷെൽഫാണ്. അപ്പം ഇനി ഞാൻ ആ ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് അവിടെ ഒന്ന് ഇതുപോലെ തുടച്ചിട്ട് ഇതിനെല്ലാം തിരിച്ചങ്ങോട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ടൊന്ന് അതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും എല്ലാം തിരിച്ചു വെക്കലാണ് ചെയ്യാറ്. അപ്പം നമ്മുടെ ഈ ഡയറി ഷെൽഫും ക്ലീൻ ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത ഷെൽഫിലേക്ക് പോയാലോ. ഞാനിങ്ങനെ ഈ കരിവേപ്പില, പച്ചമുളക് അതൊക്കെ നല്ലപോലെ ടിഷ്യൂ പേപ്പർ മുകളിലും താഴെ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാറാണ്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ ആണെങ്കിൽ ഒരു 1 മന്ത് വരെയൊക്കെ ഇങ്ങനെയെല്ലാം ഇരിക്കാറുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴെ 2 ബോക്സുകളുണ്ടല്ലോ, 2 ട്രേ വരുന്നുണ്ട്. അതായത് വെജിറ്റബിളൊക്കെ ആയിട്ട് വെക്കാനായിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്, വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ. ഞാനങ്ങനെ അധികം വെജിറ്റബിൾ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗം യൂസ് ചെയ്യാറില്ല. വെജിറ്റബിളൊക്കെ മിക്കവാറും നമ്മൾ ബോക്സിലൊക്കെ തന്നെ ഇട്ട് വെക്കുക. അപ്പം ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതിൻ്റെയൊക്കെ ബാലൻസ് വരുന്നതാണ് വെക്കാറ്. നമ്മൾ തീരുന്നതനുസരിച്ച് ഫില്ല് ചെയ്ത് വെക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഈ ഒരു 2 ബോക്സും എടുത്തിട്ട് അതും ഒന്ന് ക്ലീൻ ചെയ്ത് അതിലുള്ള സാധനങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഈ ട്രേ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനകത്ത് ഞാനൊരു ചെറിയൊരു ലൈനർ പേപ്പർ കൊടുത്തതാണ്. കാരണം മഞ്ഞൾപ്പൊടിയൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ സ്റ്റെയിൻ വരുന്നതുകൊണ്ട്. എന്നിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ ഒരു ട്രേയിലേക്ക് എടുത്ത് വെക്കുകയാണ്. അടുത്ത ട്രേയിൽ ഞാൻ വെച്ചിരിക്കുന്നത് ബാക്കി വന്നിട്ടുള്ള ബാലൻസുള്ള കുരുമുളക്, കടല, പയർ അങ്ങനത്തെ ഐറ്റംസാണ്. ഇതൊക്കെ നമുക്ക് പുറത്ത് വെച്ചിരുന്നാൽ ചിലപ്പം പൂപ്പൽ വന്നു പോവും. പിന്നെയുള്ള കസൂരി മേത്തി അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. പിന്നെ ഇതാ നമ്മൾ ബാക്കി എല്ലാ ഷെൽഫിലേക്കും സാധനങ്ങളെല്ലാം തിരിച്ചെടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇപ്പോൾ അതിൻ്റെ ഫ്രീസറാണ്. ഇതിനകത്ത് എല്ലാം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്.
പിന്നെ ഇതാ ഫ്രിഡ്ജിൽ നമ്മൾ ഡയറി ട്രേ തൊട്ട് താഴേക്കുള്ള എല്ലാ ട്രേയും നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡ് ട്രേ കാണാം. ഇവിടെ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ ഒരു മുട്ടയുടെ ഒരു ട്രേ ഉണ്ട്. അതിൻ്റെ താഴെ ഞാൻ ആ ഒരു കുഞ്ഞു കുഞ്ഞു ബോക്സൊക്കെ വെക്കാനായിട്ടൊരു ട്രേ വെച്ചിട്ടുണ്ട്. നമ്മുടെ വാനില എസൻസ്, ഈസ്റ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. അതിന് താഴെ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ പിക്കിളൊക്കെയാണ്. പിന്നെ സൈഡിലൊരു വൈൻ കുപ്പി കാണാം. ഏറ്റവും താഴെ നമ്മുടെ മയണൈസ്, സോസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. പിന്നെന്താ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ, ബൈ.